ആലപ്പുഴയിൽ ഭർത്തൃ വീട്ടുകാർ സ്വർണ്ണാഭരണങ്ങളും സർട്ടിഫിക്കറ്റ്സും പിടിച്ചുവച്ചതിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് യുവതി. വാടക്കൽ സ്വദേശിനി സബിതയാണ് കൈക്കുഞ്ഞുമായി ഭർത്താവിൻ്റെ വീട്ടിൽ സമരത്തിനൊരുങ്ങുന്നത്. ഗാർഹിക പീഡനത്തിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടും കേസെടുക്കുന്നില്ലെന്ന് യുവതി പറഞ്ഞു. എൻ്റേതായിട്ടുള്ള എല്ലാ രേഖകളും സ്വർണവും ഡ്രസ്സും എല്ലാം അവിടെ തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാൻ കൊണ്ടുപോകുന്നെന്നാണ് അവർ പറയുന്നത്. അത് ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു. ബെഡ്റൂമിൽ വെച്ചാണ് എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അവിടെ ഏത് സമയം ഫോണുമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ദേഷ്യം വന്ന് കൈ കിട്ടുന്നിടത്ത് എറിയുകയും ചെയ്യും. മോന്തക്കിട്ട് അടിക്കും, മുതുകത്തിട്ടൊക്കെ അടിക്കും, കൊല്ലുമെന്നും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് കടമുണ്ട്, അതുകൊണ്ടാണ് എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോന്നും എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ കൊല്ലുമെന്നാണ് പറയുന്നത്. എൻ്റെ വീട്ടുകാരോട് മൊത്തം ദേഷ്യമാണ്, പറയുന്ന മൊത്തം തെറിയാണ്. യുവതിയുടെ മാതാവിനെ വധിക്കുമെന്ന് ഭർത്താവ് സോണി ഭീഷണിപ്പെടുത്തിയതിന്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നു. എൻ്റെ അമ്മേനെ വെറുതെ വിടത്തൊന്നുമില്ല, എൻ്റെ അമ്മേനെ കൊല്ലും. എന്താണേലും അവർക്കുള്ള പണി കിട്ടിയിരിക്കും, 100% ഉറപ്പാണ്. ഞാൻ പറഞ്ഞതെല്ലാം ഇതുവരെ നടന്നിട്ടുണ്ട്, ഇനി നടക്കുകയും ചെയ്യും. നിങ്ങൾ എന്നാ നടക്കേണ്ടത് നടന്നിരിക്കും. ഇത് സന്ദീപ പറയണത് നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. ഇതുവരെ ഞാൻ പറഞ്ഞെല്ലാം നടന്നു. ഇനി അവർ ആണെങ്കിൽ ഉറപ്പാണ് നടക്കേണ്ടത് നടക്കും. ഇപ്പം ഈ ഒരു കേസ് വന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളവിടെ മര്യാദക്കാ ചേർത്തല നിൽക്കുന്നത്. ഈ പണി എന്നുള്ളൊരു മലയാള വാക്ക് എത്രമാത്രം ദുരുപയോഗപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ നോക്കുക. പണി കൊടുക്കും എന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലിച്ചിരുന്നു. മനീഷ്, ശരിക്കും ഇയാൾക്ക് അങ്ങനെ എന്തെങ്കിലും ട്രാക്ക് റെക്കോർഡുള്ള ആളാണോ ഈ ഭർത്താവ്? ഈ സോണി എന്ന് പറയുന്ന 28 വയസ്സുകാരന് മദ്യപാനമില്ല. പക്ഷേ ഭാര്യയുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇയാൾക്ക് മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗം ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം അകാരണമായിട്ടാണ് ഈ യുവതിക്കും 28 വയസ്സ് തന്നെയാണ്. ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷേ കല്യാണത്തിന് ശേഷം അനാവശ്യമായ ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭർത്താവ് നിരന്തരമായി ഉപദ്രവിക്കുകയും ഒപ്പം തന്നെ ഈ അമ്മയെ കൊലപ്പെടുത്തുക, അമ്മയുടെ കൂടെ നിൽക്കുന്നതോ, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി നിൽക്കുന്നതോ, അമ്മയുമായി സഹകരിക്കുന്നതോ, പെൺകുട്ടിയുടെ വീട്ടുമാരുമായി സഹകരിക്കുന്നതോ ഒന്നും ഈ ഭർത്താവിന് ഇഷ്ടമല്ല. അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്തൊരു സ്ഥലത്ത് മനഃപൂർവ്വമായി പ്രശ്നം ഉണ്ടാക്കുന്നത് ഇല്ലാത്ത വലിയൊരു അസ്വാഭാവികതയുണ്ട്. പക്ഷേ പലകുറി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഈ സോണി താമസിക്കുന്ന ആലപ്പുഴ ചേർത്തലയിലാണ്. ഈ പെൺകുട്ടിയുടെ വീട് ആലപ്പുഴ കളർകോട് സമീപമുള്ള വാടക്കലാണ്. അങ്ങനെ 3 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകി. ആലപ്പുഴയിൽ നൽകി, ചേർത്തലയിൽ നൽകി, ഒപ്പം തന്നെ അർത്തുങ്കൽ നൽകി. ഇയാൾ താമസിക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നൽകിയിട്ടും പോലീസ് ഇതിൽ മതിയാവണ്ണം വിധത്തിലുള്ള നടപടികൾ എടുത്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ പരാതി കൊടുത്തിട്ടും പോലീസ് അത് വേണ്ട വിധം അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ ഈ പെൺകുട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇയാളുടെ ഭീഷണിയാണ്. ഭീഷണി ഭയന്ന് ഇപ്പോൾ ചേർത്തലയിൽ ഒരു സ്ഥലത്ത് രഹസ്യമായി വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. എവിടെയാണ് താമസിക്കുന്നത് അറിഞ്ഞാൽ അവിടെ എത്തി ഉപദ്രവിക്കുന്നതാണ് ഇയാളുടെ രീതി. അതുകൊണ്ട് തന്നെ ഇവർ രഹസ്യമായി താമസിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന 35 പവൻ സ്വർണം ഇയാൾ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. പെൺകുട്ടി സ്ത്രീധനം എന്നോണം അല്ലെങ്കിൽ കല്യാണം കഴിച്ച സമയത്ത് വീട്ടിലെത്തിച്ച സ്വർണ്ണമാണ്, അത് തിരികെ കൊടുത്തിട്ടില്ല. ഒപ്പം തന്നെ ജോലിക്ക് പോകാൻ കൂടി അനുവദിക്കില്ല. ഇത് ബിരുദധാരിയായ വിദ്യാർത്ഥിനും കൂടി ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഇവർക്ക് ഒരു ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. കാരണം ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഭർത്താവ് ജോലിക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ പിടിച്ചു വെച്ചേക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെത്തി സ്വർണവും മറ്റ് സർട്ടിഫിക്കറ്റുകളും വാങ്ങാൻ വേണ്ടി ഒരു സത്യാഗ്രഹ സമരം തന്നെ ഈ പ്രതിയുടെ അല്ലെങ്കിൽ ഈ ഭർത്താവിൻ്റെ നാട്ടിലെ ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു സത്യാഗ്രഹം ഇരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ പെൺകുട്ടി. അല്ലാതെ വേറെ മാർഗങ്ങളില്ല. കാരണം പോലീസോ മറ്റ് അധികാരികളോ ബന്ധപ്പെട്ടവരോ ഒന്നും ഈ വിഷയത്തിൽ ഇവരെ സഹായിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും അടുത്ത ദിവസം തന്നെ ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലെത്തി സ്വർണവും തനിക്ക് ജോലിക്ക് പോകാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും നൽകണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹ സമരം ഇരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. SK.